എന്തായി വയലിൽ കാടൊക്കെ പിടിച്ച് കിടക്കുന്നത്. അതിഭീകരമായ കൊടുങ്കാട്ടിലൂടെ നടക്കുന്ന ഒരു പ്രതീതിയാണ്. ഇങ്ങനെ പോകുന്നതിനൊരു ലക്ഷ്യമുണ്ട്. ഒരു ഔഷധ സസ്യം തേടിയുള്ള ഈ യാത്രയിൽ ഇന്ന് കയ്യോന്നി അഥവാ കയ്യുണ്യം, സംസ്കൃതത്തിൽ ഭൃംഗരാജ എന്നറിയപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് പരിചയപ്പെടുത്തുന്നത്. ആ ഔഷധ സസ്യം കൊണ്ടുണ്ടാക്കുന്ന ഒരു തൈലം, ഒരെണ്ണ, അത് മുടി അഴകിനും മുടി വളരുന്നതിനും കഷണ്ടി ഒരു പരിധിവരെ മാറ്റുന്നതിനും സഹായിക്കും. കാടും പടലും പിടിച്ച ഈ വഴിയിലൂടെ പോകുമ്പോൾ നമ്മളൊരു വയൽക്കരയിലാണ് പോകുന്നത്. അവിടെല്ലാം പാടങ്ങളിൽ നെല്ല് വിളഞ്ഞു കിടന്നിരുന്ന സമയത്തും മഴക്കാലത്തും ധാരാളമായി പിടിച്ചു കിടക്കുന്ന കയ്യോന്നി എന്ന ഔഷധം എത്ര ദൂരം നടന്നു കയ്യോന്നിയും തിരക്കി. ഇതാ അവസാനം കുറച്ച് ചുവടുകൾ ഇവിടെയായി കാണപ്പെടുന്നുണ്ട്. സമൂലമായിട്ടിത് പറിച്ചെടുക്കാം. ഇത്ര അപൂർവമായ ഈ സസ്യം എത്രമാത്രം മുടിക്കും ആരോഗ്യത്തിനും ഫലപ്രദമാണെന്ന് നമ്മൾ ഉപയോഗിച്ച് നോക്കുമ്പോഴേ അറിയാൻ സാധിക്കും. കയ്യോന്നി നമുക്ക് ആദ്യം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയെടുക്കാം. മണ്ണ്, ചെളി ഇതെല്ലാം നീക്കം ചെയ്യണം. വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്ത് അഴുക്കെല്ലാം നീക്കം ചെയ്ത് ഇതാ നമ്മൾ പറിച്ചെടുത്ത കയ്യോന്നി സമൂലം പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് അരച്ച് ശരിക്കും നീരെടുക്കാൻ ആവശ്യമായ ഒരു ചെറിയ ഉരല് ശരിക്ക് അരച്ച് നീരെടുക്കുക ഇതിൻ്റെ. പിന്നെ നമ്മൾ പാചകം ചെയ്യാൻ പോകുന്ന ചട്ടി, പിന്നെ എണ്ണ. നമ്മളിവിടെ ഇപ്പോൾ ഒരു 100 ഗ്രാം എണ്ണ മാത്രമേ എടുക്കുന്നുള്ളൂ. കാര്യം നമുക്ക് കുറച്ച് മാത്രമേ കയ്യോന്നി കിട്ടിയിട്ടുള്ളൂ. വെള്ളമൊന്നും ചേർക്കണ്ട, അല്ലാതെ തന്നെ നമുക്കിതിൻ്റെ നീര് കിട്ടും. നമുക്ക് അത്ഭുതം തോന്നുന്ന ഒരു കാര്യമാണ് വെളിച്ചെണ്ണയും കയ്യോന്നിയും മാത്രം ഉപയോഗിച്ചുകൊണ്ട്. നമ്മൾ സാധാരണ തലയിൽ തേക്കുന്ന തേങ്ങ എണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ, ആ എണ്ണയും ഈ കയ്യോന്നിയുടെ നീരും ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ എണ്ണ ഉണ്ടാക്കാൻ പോകുന്നത്. മുടി നല്ലതുപോലെ തഴച്ചു വളരാനും അതേപോലെ
ചില ശിരോരോഗങ്ങൾക്കും ഈ കയ്യോന്നി നല്ലതാണ്. ഭൃംഗരാജ എന്ന് സംസ്കൃതത്തിൽ വിളിക്കുന്ന ഇത് ശരിക്കും ഭൃംഗം തലമുടിയാണല്ലോ. അപ്പോൾ ആ മുടിയെ തഴച്ചു വളർത്താൻ, അതായത് രാജകീയമായിട്ട് വളർത്താൻ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ പേര് തന്നെ ഇട്ടുകൊടുക്കാൻ നമ്മുടെ സന്യാസിമാർ തുനിഞ്ഞത്. ആയുർവേദ ഗ്രന്ഥങ്ങളിലൊക്കെ മറ്റു മരുന്നുകളെല്ലാം ചേർത്തുകൊണ്ടുമാണ് ഇതുണ്ടാക്കുന്നത്. പക്ഷെ അങ്ങനെയും ഇത് നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എണ്ണ നമുക്ക് ആയുർവേദ കടകളിൽ കിട്ടുമായിരിക്കാം. പക്ഷേ ഇത് നമുക്ക് വീട്ടിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ സാധാരണ നിത്യേന ഇതെങ്ങനെ ഉപയോഗിക്കാം, അതിനുവേണ്ടിയാണ് നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. ഏകദേശം നമ്മളതിൻ്റെ നീരെടുക്കുന്നൊരു ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. കയ്യോന്നിയുടെ നീര് പിഴിഞ്ഞെടുക്കുകയാണ് നമ്മൾ. ശരിക്കും കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ആണിത് എടുക്കാനെല്ലാം കൺവീനിയൻ്റ് ആയിട്ടുള്ളത്. അല്ലെങ്കിൽ കുറച്ചാണെങ്കിൽ വളരെ അസൗകര്യമാണ്. എങ്കിലും ലഭ്യമായ രീതിയിൽ ഇത് ചെയ്യാം. നീരിപ്പോൾ നമ്മൾ പിഴിഞ്ഞെടുത്ത് ഇനി നമുക്ക് എണ്ണ പാചകം ചെയ്യുന്ന പ്രക്രിയയിലേക്ക് കിടക്കാം. പരമ്പരാഗതമായ രീതിയിൽ തന്നെ ഉണ്ടാക്കുകയാണ് ഏറ്റവും നല്ലത്. നമുക്ക് വിറക് തീ പിടിപ്പിച്ച് ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ എടുത്തു വെച്ച കയ്യോന്നിയുടെ നീര്, എണ്ണ ഇത് രണ്ടും കൂടി ഒഴിക്കുകയാണ്. നൂറ് ഗ്രാം എണ്ണയും കയ്യോന്നിയുടെ നീരുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് പാചകം ചെയ്യുമ്പോൾ ചെറിയ തീയിൽ മാത്രം പാചകം ചെയ്യുക. 10-15 മിനിറ്റ് കൊണ്ട് മാത്രമേ ആ ജലാംശമെല്ലാം പറ്റി എണ്ണ ശരിയായി വരികയുള്ളൂ. ഈ ജ്വാലകൾക്കൊക്കെ ഒരു കണക്കുണ്ട് കേട്ടോ. താമര പൂവിൻ്റെ ആകൃതിയിലുള്ള ജ്വാല ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ നീല ഉമ്മത്തിൻ്റെ പൂവിൻ്റെ ആ വലിപ്പത്തിലുള്ള
ആകൃതിയിലുള്ള അത്രയും സമാനമായ ജ്വാലയാണ് എണ്ണയൊക്കെ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. എണ്ണയുടെ പാചകത്തിൽ ഓരോ ഘട്ടത്തിലും ജ്വാലയ്ക്ക് അതിൻ്റേതായ കണക്കുകളുണ്ട് ആയുർവേദ വിധിപ്രകാരം. ജലാംശം സാവധാനം പറ്റി എണ്ണ അല്പം പോലും വെള്ളമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. ആ സമയം മാത്രമേ നമുക്കിത് അഴിച്ചു മാറ്റുവാൻ സാധിക്കുകയുള്ളൂ. ജലാംശം പറ്റി വരുന്നുണ്ട്, സമയമെടുക്കും. എണ്ണ മൃദുപാകത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജലാംശമെല്ലാം വറ്റി. ഇനി നമ്മളിത് ജലാംശം എന്തുമാത്രം വറ്റിയെന്നറിയാൻ, അല്ലെങ്കിൽ ഇതിൽ ജലാംശമുണ്ടോ എന്നറിയാൻ ഒരു ഉണങ്ങിയ ഈർക്കിലെടുക്കുക. അത് ഈ എണ്ണയിൽ മുക്കിയിട്ട് ജ്വാലയിൽ കാണിച്ചാൽ പൊട്ടൽ ശബ്ദം കേൾക്കരുത്. അങ്ങനെയാണെങ്കിൽ ആ എണ്ണ മൃദുപാകത്തിലായി എന്ന് നമുക്ക് പറയാം. ഉടൻ തന്നെ അത് താഴെ എടുത്ത് വെച്ച് തണുക്കാൻ അനുവദിക്കുക. ഈ എണ്ണ അരിക്കുമ്പോൾ നമ്മൾ ഈ എണ്ണയുടെ ഇതിലേക്ക് അഞ്ഞനക്കല്ലെന്ന് പറയുന്ന ഒരു ഔഷധം കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ആൻറ്റിമണി സൾഫൈഡാണ്. അത് വളരെ കുറഞ്ഞ് ഒരു 2-3 പണവിട മാത്രം, അതായത് 1 ഗ്രാമിൻ്റെ 12-ൽ 1-2 അംശം മാത്രം ഇതിലേക്കിട്ട് വേണം ഇത് ഉപയോഗിക്കുവാനായിട്ട്. ആറിയതിനു ശേഷം എണ്ണ ഒരു കുപ്പിയിലേക്ക് പകർത്തി, അളവിലൊന്നും കുറവ് വന്നിട്ടില്ല. നമ്മളെടുത്ത നീരെല്ലാം പറ്റി പാകം ചേർന്ന് എണ്ണ സ്നേഹപാകത്തിലായി. ഇനി നമുക്കിത് കുറേശ്ശെ തലയിൽ വെച്ച് കുളിക്കാം. കാച്ചെടുത്ത ഈ എണ്ണ കുറേശ്ശെ തലയിൽ പുരട്ടി കുളിക്കാവുന്നതാണ്. നമ്മളിത് പാചകം ചെയ്യുമ്പോൾ 100 എണ്ണയ്ക്ക് 100 മില്ലി കയ്യുണ്ണത്തിൻ്റെ നീരാണ് എടുക്കേണ്ടത്. എടുത്ത് കാച്ചി എണ്ണ ഇങ്ങനെ തിളച്ചു വന്ന ആ പൊട്ടലങ്ങോട്ട് നിൽക്കുമ്പോൾ ഏതാണ്ട് ജലാംശമെല്ലാം പറ്റിയിട്ട് ഒരു സ്നേഹപാകമാകും. ആ പാകത്തിൽ എണ്ണയെടുത്ത് നമുക്ക് ഉപയോഗിക്കാം. കൂടുതൽ മൂത്തു പോകാതെ, അതായത് കൂടുതൽ കരിയാതെ ശ്രദ്ധിക്കാം. ഇത് പാചകം ചെയ്ത് ഇറക്കിക്കഴിഞ്ഞാൽ ഉടൻ അഞ്ഞനക്കല്ലെന്ന് പറയുന്ന ഒരു മരുന്ന് അങ്ങാടി മരുന്ന് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് ഒരു 2-3 പണവിട മാത്രം പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് വേണം പാചകം ചെയ്തതിന് ശേഷം എണ്ണ നമ്മൾ
ചൂടുള്ള ആ എണ്ണ അങ്ങോട്ട് ഒഴിച്ച് നമ്മൾ ഊറ്റിയെടുക്കുന്നതിന്. അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണയ്ക്ക് കൂടുതൽ കാലം അത് നിലനിൽക്കാനും ഗുണം നിലനിർത്താനും സാധിക്കും. മുടി തളരുന്നതിനും ആസ്മ പോലുള്ള രോഗങ്ങൾക്കുമെല്ലാം ഇത് ഉപയോഗിക്കാവുന്നതാണ്.